ചോരയും നീരുമുള്ള പച്ചയായ മനുഷ്യൻ ദൈവമായി മാറുന്ന, ഒരു നാടിൻ്റെ രക്ഷകയായ, ഒരു നാട് മുഴുവൻ ആരാധിക്കുന്ന ദേവിയായി മാറുന്ന, പഞ്ചുരുളി അമ്മയായി മാറുന്ന അസുലഭ നിമിഷം. ആരാണ് പഞ്ചുരുളി അമ്മ എന്ന് നോക്കാം. ശുംഭനിശുംഭന്മാരായ അസുരന്മാരെ നിഗ്രഹിക്കാൻ അവതരിച്ച അംബികയുടെ സഹായത്തിനായി സപ്തമാതാക്കൾ അവതരിക്കുകയുണ്ടായി. സപ്തമാതാക്കളിൽ അഞ്ചാമത്തെ മാതാവാണ് വരാഹി ദേവി. പഞ്ചി എന്നാൽ പന്നി എന്നാണ് തുളു ഭാഷയിലെ അർത്ഥം. പഞ്ചി ഉരുവായ കാളി അല്ലെങ്കിൽ പന്നിരൂപം ധരിച്ച കാളി ലോപിച്ചാണ് പഞ്ചുരുളിയായി മാറിയത്. പഞ്ചവീരന്മാരെ നിഗ്രഹിക്കാൻ അവതരിച്ചതുകൊണ്ട് പഞ്ചുരുളി എന്ന പേര് വന്നതെന്ന് മറ്റൊരൈതിഹ്യം. തുളുനാട്ടിലെ ആരാധ്യമൂർത്തിയായ പഞ്ചുരുളി ദേവിയെ ഉഗ്രമൂർത്തിയായും മന്ത്രമൂർത്തിയായും ആരാധിക്കാറുണ്ട്. വടകരയ്ക്കടുത്തുണ്ടായിരുന്ന പുന്നാരത്തച്ഛൻ എന്ന അഭ്യാസി കളരിയിലെ ഉന്നത പഠനത്തിനായി തുളുനാട്ടിലെത്തുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം പഞ്ചുരുളി ദേവിയുടെ തികഞ്ഞ ഭക്തനായി മാറുകയുണ്ടായി. ഭക്തന്റെ കൂടെ മലനാട്ടിലേക്ക് പുറപ്പെട്ട ദേവി മാടായിക്കാവിലമ്മയുടെ സന്നിധിയിലെത്തുകയും അവിടെ വെച്ച് ചങ്ങാതിമാരായി കിട്ടിയ വിഷ്ണുമൂർത്തിക്കും രക്തചാമുണ്ടിക്കുമൊപ്പം കിഴക്കോട്ട് യാത്ര തിരിച്ചു. പട്ടുവം കടവിലെ കാക്കവിളക്ക് കണ്ട് പുഴക്കടവിലെത്തിയ ദേവി പട്ടുവം വലിയ മതിലകത്ത് വാളരുളുന്ന കുളൂർ മാതാവിനോട് തനിക്കിരിക്കാനൊരിടം ആവശ്യപ്പെട്ടു. മായാമലരമ്പൻ എന്ന ഗന്ധർവന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ കുളൂർ മാതാവ് ശല്യക്കാരനായ ഗന്ധർവനെ വധിച്ച ദേവിക്ക് വലിയ മതിലകം ക്ഷേത്രത്തിന്റെ വടക്കുഭാഗമിരിക്കുവാൻ സ്ഥാനവും നൽകി. സുഹൃത്തുക്കളായ വിഷ്ണുമൂർത്തിക്കും രക്തചാമുണ്ടിക്കും വടക്കേക്കാവിൽ സ്ഥാനം നൽകി. ഇവർ വടക്കേക്കാവിലെ മൂവർ എന്നറിയപ്പെടുന്നു. ശാന്തസ്വരൂപിണിയായ കുളൂർ മാതാവിന്റെ നിർദ്ദേശപ്രകാരം രൗദ്രരൂപിണിയായ പഞ്ചുരുളി ദേവി സാത്വിക ഭാവത്തിലാണ് വടക്കേക്കാവിൽ കുടികൊള്ളുന്നത്.